ഇന്ന് ഞാൻ അക്സാജാത്ത് ബീച്ച് പോവുകയാണ്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബീച്ചിലോട്ട് പോവാണ്. ഇന്നത്തെ ദിവസം അവധിയായതിനാൽ കുറച്ച് സമയം കൂടുതൽ കിട്ടി. ജിമ്മിൽ പോയിട്ട് വന്ന് പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഞാനൊരു ഈ സമയമായപ്പോഴത്തേക്കിന് ഞാൻ പുറത്തിറങ്ങി ബീച്ചിലോട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെയാണ് ബീച്ച്, അക്സ ബീച്ചാണ്. വളരെ മനോഹരമായ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ഇത്. ഞാൻ ഇറങ്ങി എൻ്റെ അടുത്തുള്ള റോഡിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. സൈഡിൽ പച്ചക്കറികൾ, മീൻ, പിന്നെ വടാപ്പാവ്, എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇവിടെ കിട്ടും. നമുക്കങ്ങ് ദൂരെയൊന്നും പോകേണ്ട ആവശ്യമില്ല. ആക്ച്വലി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെ മാർക്കറ്റിൽ പോകണം, സാധനങ്ങൾ അങ്ങനെയുള്ള പ്രശ്നമില്ല. ഇത് ഓരോ വീടിൻ്റെയും അവിടെ വന്നിട്ട് അവർ വിളിക്കും സാധനങ്ങൾ എന്തോ വീട്ടിൽ. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മുംബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആരുടെയും കാര്യം നോക്കാനുള്ള സമയമൊന്നുമില്ല. എല്ലാവരും അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. എസ്പെഷ്യലി കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് ആൾക്കാർ അവരവരുടെ കാര്യം നോക്കി ജീവിക്കും. ഇത് ചർച്ചാണ്. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് ചർച്ച്. അന്തോണീസ് പുണ്യവാളൻ്റെ ചർച്ചാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. ഞാൻ വിചാരിച്ചു ബസ്സിന് പോകാമെന്ന്, ഓട്ടോ കിട്ടും. പക്ഷേ ഞാൻ വിചാരിച്ചു ബസ്സിന് പോകാമെന്ന്. അങ്ങനെ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഇതാണ് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, മാലയൊക്കെ. ഓരോ മാതാവിൻ്റെയും അന്തോണീസ് പുണ്യവാളൻ്റെയൊക്കെ ഫോട്ടോ ഇടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെ ഓരോ റോഡിലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് അക്സ ബീച്ചിന് ഞാൻ എത്തി. ആക്ച്വലി അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്യാൻ ഒരുപാട് പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ മുംബൈയിൽ കുറച്ചുകൂടെ സെക്യൂരിറ്റി അവർ വിന്യസിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ നാട്ടിലത്തേനെക്കാട്ടിലും എല്ലാ ഈ ആൾക്കാർ കൂടുന്ന ഏരിയയിൽ ഒരുപാട് പോലീസുകാരെ അവർ ഇടും. ഇവിടെ ഇപ്പം നമുക്ക് ആ ബീച്ചിലോട്ട് എത്തി നോക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ തിരക്ക്. ശനിയും ഞായറും കൂടുതൽ തിരക്കായിരിക്കും. പക്ഷേ എല്ലാവർക്കും അവധിയുള്ള ദിവസമല്ലേ, എല്ലാ പിള്ളേരെയും കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും വരും. ബീച്ചിലോട്ട് കിടക്കുന്ന റോഡാണ്. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഴിക്കാനുള്ള ആഹാരങ്ങൾ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഓരോ ഫുഡ് സ്റ്റാൾ ഓരോരുത്തരും ഇവിടെയും പണം ഉണ്ടാക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെയാണ്. ചുമ്മാ റോഡിലൊരു ചായയും കാപ്പിയും കൊണ്ടിരുന്നാൽ പോലും ഒരു ദിവസത്തേക്കുള്ള പൈസ അവർക്ക് ചിലവിനുള്ള പൈസ അതിൽ നിന്ന് കിട്ടും. ഇവിടെ ആർക്കും അങ്ങനെ നാണക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരവർ അധ്വാനിച്ച് ജീവിക്കുന്നു. അതിനെന്ത് നാണക്കേടാണ്? എനിക്കും അതിനോട് വലിയ നാണക്കേടെന്നുള്ളതിനോട് വലിയ ഇതില്ല. അവനവന് മനസ്സുണ്ടെങ്കിൽ ഏത് ജോലിയും ചെയ്യുക, അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കുക. അതാണ് ഏറ്റവും വലിയ. നമ്മൾ ഒറ്റയ്ക്കാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരില്ലെന്നോ അങ്ങനെയൊന്നും നോക്കി ജീവിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. എല്ലാവരും ഒറ്റയ്ക്കാണ്, വന്നതും പോകുന്നതും ഒറ്റയ്ക്കാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഇടയിൽ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടും, കുറേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും, കുറേ ആൾക്കാർ കുറേ കഴിയുമ്പോൾ വിട്ടിട്ട് പോകും. അപ്പോൾ അത് നോക്കാൻ പാടില്ല. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളായിരിക്കണം. ആരുടെയും കയ്യിലോട്ട് വെച്ച് കൊടുക്കരുത് എൻ്റെ ലൈഫ് എടുത്തു എന്നും പറഞ്ഞു. നിങ്ങൾ പറയും പോലെ ഞാൻ ചെയ്യാം, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവരുത് ആർക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവനവൻ്റെ കാര്യം നോക്കി നല്ല രീതിയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കുക. എന്ന് വെച്ച് വൃത്തികെട്ട രീതിയിൽ ജീവിക്കണമെന്നല്ല, അങ്ങനൊരു ചിന്താഗതിയുമായിട്ട് നടക്കരുത്. ഇവിടെ എങ്ങനെ വേണേലും ജീവിക്കാം. കള്ള് കുടിച്ച് ജീവിക്കാം, പെണ്ണ് പിടിച്ച് ജീവിക്കാം, പിന്നെ സിഗരറ്റ് വലിക്കാം. ഒരുപാട് ഫ്രീഡംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ടീനേജിനൊക്കെ ഒരുപാട് ഫ്രീഡംസ് ഉള്ള സ്ഥലമാണ്.
എന്തും ചെയ്യാൻ. പക്ഷെ നമ്മളങ്ങനെ ആവരുത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തോട്ട് വേണം. നമ്മുടേതായിട്ടൊരു നിലയിൽ ജീവിക്കാൻ ശ്രമിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, നല്ല കർമ്മം നമ്മൾ ചെയ്യുക. നമ്മൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാതിരിക്കുക. നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തും അങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കരുത്. കുറേയൊക്കെ ദൈവത്തിലൂടെ വിശ്വസിച്ച് ജീവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ ഈ സ്ത്രീകൾ അത് തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് അത് ഓർത്ത് ചിന്തിക്കേണ്ട. പിന്നെ ഞാൻ ബീച്ചിലെത്തി. നോക്കി ഇപ്പം തന്നെ എന്തൊരു തിരക്കാണ്. എവിടെ തിരിഞ്ഞാലും ഫുഡ്. പലതരത്തിലുള്ള ജ്യൂസുകൾ, പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ്. പിന്നെ നോൺ വെജ് അധികമില്ല ഇവിടെ. പക്ഷേ മാർവേ ബീച്ചിൽ നോൺ വെജൊക്കെ കിട്ടും. ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല നോൺ വെജ്. എക്സൈൽ എല്ലാം നോൺ വെജിറ്റേറിയൻകാരല്ലൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇവിടെ കിട്ടുന്ന ഏറ്റവും വലിയ ഫുഡ് വടാപ്പാവ്, പിന്നെ കൂടുതലും അതൊക്കെയാണ്. പാനിപ്പൂരി, സേവ് പൂരി, മിസൽ പാവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. പക്ഷേ അത് മുംബൈ സ്റ്റൈലിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്കതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ വാങ്ങുവാണെങ്കിൽ തന്നെ പാനിപ്പൂരി വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കും. പിന്നെ ചില സമയത്തൊരു മൂഡ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എവിടെയെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ മാഗിയൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. ഇത്ര ഞാൻ റെസ്ട്രിക്റ്റഡാണ്. മാഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലെ ഫുഡ് മാത്രമേ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. മാക്സിമം അവോയ്ഡ് ചെയ്യും. ഹോംലി ഫുഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മുടെ കേരള ഫുഡ് തന്നെ. ഇപ്പം തന്നെ എല്ലാം റെഡിയായി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഇവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നു, കുറേ പേര് ചായ കുടിക്കുന്നു, കുറേ പേര് വടാപ്പാവ് കഴിക്കുന്നു, മാഗി കഴിക്കുന്നു, പിന്നെ കോൺ ചുട്ടത് കഴിക്കുന്നു. പിന്നെ ഒരു പാർട്ടി ആണെങ്കിൽ ഒരു മുയലിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ എടുക്കാൻ പറ്റില്ല, അവരുടെ പെർമിഷൻ ഇല്ല, അതെനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു. ഇങ്ങനെ ബീച്ചിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. നല്ല ഭംഗിയാണല്ലേ ഈ സമയത്തൊക്കെ നടക്കാൻ. നല്ല നമ്മുടെ ഹൃദയവും മൈൻഡും ഒക്കെ നല്ല ഫ്രഷാവും ഇങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കാമെങ്കിൽ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് കിട്ടുന്നത് നല്ല ഭാഗ്യം തന്നെയാണ്. നമുക്ക് വേണ്ടി കുറേ സമയങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുക മാക്സിമം. മറ്റൊരാളുണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും എടുക്കാതിരിക്കുക. അതിലായിട്ട് അധ്വാനിക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. പിന്നെ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ മൂൺ അല്ലായിരുന്നോ? അപ്പോൾ ഞാൻ ആക്ച്വലി ഫുൾ മൂൺ കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇതുവരെയായിട്ടും ഫുൾ മൂണിനെ കാണാൻ ഉള്ള ഇത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ദൂരം ഇങ്ങനെ പോയി പുറകിലേക്ക് വന്നു. നോക്കി എന്തൊരു നല്ല ഭംഗിയാണെന്ന്. കടൽ കാണുന്നില്ല. രാത്രി ആകുമ്പോഴത്തേക്കിന് കടൽ ഫുള്ള് ഇങ്ങനെ കയറി വരും, പകലാകുമ്പോഴത്തേന് ഇറങ്ങിപ്പോവും. എത്രയും ദൂരം ഞാൻ എത്തി. ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നടന്ന് ഞാനിങ്ങനെ, പിന്നെ കുറേ പേര് ഇടയ്ക്കുമ്പോഴൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ എൻട്രി ഭാഗത്താണെങ്കിൽ ഒരുപാട് പേരിങ്ങനെ വന്ന് ഇരിക്കുന്നത്. അവിടെ കിട്ടും പായ, ചെയറ്. പായൊക്കെ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പായ കിട്ടും. അവിടെ നിന്ന് നമുക്ക് ഇരിക്കാം. പിന്നെ ഞാനിങ്ങനെ ഇരിക്കാറില്ല, ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. അത് നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പാണ്. നമുക്ക് നിൽക്കാൻ പറ്റാത്ത പോലുള്ള തണുപ്പാണ്. അപ്പോൾ ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ്, ആദ്യം തണുപ്പടിക്കാത്ത രീതിയിൽ ഇങ്ങനെ നടന്ന് പിന്നെ ഞാൻ തിരിച്ച് നടക്കുകയാണ്. ശരിക്കും നമുക്ക് ഒരു ഉന്മേഷം കിട്ടുന്ന രീതിയിലുള്ള
അറ്റ്മോസ്ഫിയറാണ്. അല്ലെങ്കിലും കടൽക്കരയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും സന്തോഷിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിൽ നല്ല കുളിർമയാണ് മനസ്സിന്. ഞാൻ പിന്നെ തിരിച്ചെത്തി. ഞാൻ പിന്നെ കോഫി കുടിച്ചു. ഇപ്പോഴാണ് മൂൺ വന്നത്. നോക്കാം, കണ്ടോ മൂൺ? ഇന്ന് ഫുൾ മൂൺ അല്ലായിരുന്നോ? ഇപ്പോഴും ഞാൻ പോകാൻ നേരത്താണ് മൂൺ എത്തിയത്. മൂൺ കാണുന്നത് ആക്ച്വലി പുറകിലായിട്ടായിരുന്നു. ഞാൻ ഇരുന്നതിൻ്റെ പുറകിലായിട്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തു. ഒരുപാട് ദൂരെ. ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് ഈ ഒരു സ്റ്റേജൊക്കെ. ഞാൻ അവിടെ നിന്ന് നടക്കുകയാണ്. ഞാൻ ബസ് കിട്ടി. ബസ്സിന് ഞാൻ തിരിച്ചു പോരുകയാണ്. എല്ലാവരും എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുഡ് ബൈ.